Hello friends, it's me Gopikrishna. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗും ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻസ് ഒക്കെയാണ്. ഏതാ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ ഒരു JBL ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് ഗൈസ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും അതിന്റെ ബിൽഡ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ്. നമ്മൾ പലപ്പോഴും മലയാളികൾക്ക് ചായയൊക്കെ കുടിച്ചിരുന്ന് പാട്ടൊക്കെ ആസ്വദിച്ചിരുന്ന് ചായ കുടിച്ച് മഴയത്ത്, പ്രത്യേകിച്ച് മഴ സീസണിലൊക്കെ സൂപ്പറായിട്ട് പാട്ടൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനൊക്കെ പറ്റി നല്ലൊരു ബഡ്ജറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടുന്ന സമയങ്ങളിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ബ്ലേഡ് ഒന്നും കിട്ടിയില്ല. തൽക്കാലം ഞാൻ ബുക്കൊക്കെ പൊതിയുന്ന കത്രികയൊക്കെ ഇട്ട് നമ്മൾ ഇതാണ്ട് അൺബോക്സ് ചെയ്യുന്നു. ഇത് അൺബോക്സിങ് നമ്മൾ മുറിക്കുകയാണ് ഗൈസ്. തുറന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ആദ്യം നമുക്കിതിൻ്റെ സാധനം പുറത്തോട്ടെടുക്കാം. ഇപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ JBL Go Plus പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ബ്ലാക്ക് കളർ വേരിയൻറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. JBL തുടക്കത്തിൽ അവരുടെ സിമ്പലും, പിന്നെ നമുക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പുറകിലാണ്, ബാക്ക് സൈഡിലാണ് സ്പെസിഫിക്കേഷൻസ് വരുന്നത്. 5 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം, ബാറ്ററി ബാക്കപ്പ് 5 ഹവേഴ്സ് ഒക്കെ ഒറ്റ ചാർജിൽ യൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. സ്പീക്കർ ഫോൺ, മൈക്രോഫോണൊക്കെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് സൈഡിൽ ബോക്സിൻ്റെ ഔട്ട് സൈഡിൽ വരുന്നത്. നമുക്കിനി ബോക്സ് തുറക്കാം. ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ഇതിൻ്റെ എങ്ങനെയായിരുന്നു? ഓക്കെ. ഇപ്പോൾ ഗൈസ് നമ്മളിത് എടുക്കുകയാണ്. ഇപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. കണ്ടാ പൊളിച്ച് നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കൊക്കെ ഉണ്ട്. ബ്ലാക്ക് കളർ, പ്യുവർ ബ്ലാക്ക്. ഡിങ് ഡിങ് ഡിങ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ബോക്സിനകത്ത് എനിക്ക് തോന്നുന്നു ചാർജിങ് കേബിളാണ്. നല്ല പ്രീമിയം ലുക്ക്, പ്രീമിയം ഫീലൊക്കെ തരുന്ന സംഭവങ്ങളാണ്. കണ്ടോ, ചാർജിങ് കേബിള്, മൈക്രോ USB ചാർജിങ് കേബിളാണ്. വലിയ ലെങ്ത് ഒന്നും ഇല്ല, അത്യാവശ്യം ചെറിയ ലെങ്ത്. നമുക്ക് അതിൻ്റെ കൂടെ അഡാപ്റ്റർ ഒന്നും തരുന്നില്ല, ചാർജിങ് കേബിൾ മാത്രം. പിന്നെ അതിനകത്ത് ബുക്കും കാര്യങ്ങളും, അതിൻ്റെ ഡീറ്റെയിൽസും ബുക്കും, പിന്നെ അതിൻ്റെ എന്തുവാ സംഭവം, എങ്ങനെ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ബുക്കൊക്കെയാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അത് പറഞ്ഞേക്കാം. അപ്പോൾ ഇത്രയാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇതാണ് JBL. കണ്ടോ, നൈസ് ആണല്ലേ? ഇതൊക്കെ വെച്ചൊരു പാട്ട് കേട്ട് നമ്മുടെ ഒരു ഫീലിംഗ് അപാരമാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഒന്നേം തുടങ്ങുകയാണെങ്കിൽ നല്ല അടിപൊളി ബാസ് ഒക്കെയുള്ള സ്പെസിഫിക്കേഷൻസ്, നല്ലൊരു സ്പീക്കറാണ് JBL ബ്ലൂടൂത്ത് സ്പീക്കർ. പിന്നെ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ബാസും നല്ല ക്വാളിറ്റി, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ താഴെ വീണ തുറന്നും പൊട്ടിയൊന്നും പോവുകയില്ല. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മളിപ്പം ഫോണൊക്കെ ചാർജിനിട്ടേക്കുവാണെങ്കിൽ പോലും മ്യൂസിക് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത പാട്ടൊക്കെ നമ്മളിതിനകത്ത് ക്ലിക്ക് ചെയ്യാതെ തന്നെ, റോക്കേഴ്സിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഗുണം നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനോട് പറഞ്ഞാൽ കറക്റ്റായിട്ട് പാട്ട് മാറ്റുകയും പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്ലേ ചെയ്തൊരു വീഡിയോ നമുക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്കിതിൻ്റെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ നമുക്ക് നോക്കാം. അത് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളർ ലൈറ്റൊക്കെ എത്തി ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ മോഡൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫോണുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുമ്പോൾ JBL Go Plus വരുന്നുണ്ട്. ഓട്ടോ കണക്റ്റ് ആയി, ഞാൻ നേരത്തെ കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഓട്ടോ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംഭവം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ ഒരു പാട്ട് കേട്ട് നോക്കാം. നമ്മൾ അതിനായിട്ട് ഗാനം എടുത്തിട്ട് ഞാനിപ്പം നല്ലൊരു ബാസ് ഉള്ളൊരു, അല്ലെങ്കിൽ ഒരു ഗാനം ചെയ്ത് നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ, അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നെറ്റിൻ്റെ സ്ലോ കൊണ്ടാണ്, ചെറിയൊരു ലാഗുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരത്തെ ചെറിയ നെറ്റിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അതിൻ്റെ എങ്ങനെയുണ്ട്. ഞാൻ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഇതൊക്കെയുള്ള സൗണ്ടൊക്കെ കൂട്ടി
നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. അത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പാട്ട് തുടങ്ങുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. ഗൂഗിൾ അസിസ്റ്റന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോണം. ഓക്കെ ഗൂഗിൾ, വാട്ട്സ് ദ വെദർ ടുഡേ? Today in Malapuzasari, there will be thunderstorms with a forecast high of 79 and a low of 74. Right now it's 79 and cloudy. കണ്ടോ ഗൈസ്, അപ്പോൾ നല്ല അടിപൊളി ഗൂഗിളിൻ്റെ അസിസ്റ്റന്റ് ഫീച്ചർ വരെ വർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു JBL ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1700 രൂപയാണ് ഗൈസ് ഇതിൻ്റെ വില. അപ്പോൾ നമുക്കിത് ഫ്ലിപ്കാർട്ടിലൂടെ ആമസോണിലൂടെയൊക്കെ വാങ്ങിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എടുത്തപ്പോൾ ഇത് 1700 രൂപയായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് അതിന് ഓഫറുണ്ട്. 1600 1500 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഓഫർ വരുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം. ഒരു രക്ഷയില്ല ഗൈസ്, അല്ല അടിപൊളി സാധനമാണെന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം. ഇതിനകത്ത് ഞാൻ ഫീച്ചേഴ്സ് ഒക്കെ കാണിച്ചു. ഇത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ അമ്മാതിരി ഫീച്ചേഴ്സ് ഉള്ള അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കർ എന്ന് പറഞ്ഞാൽ കുറെ സ്പീക്കേഴ്സ് ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിലൊക്കെ. പക്ഷെ JBLന്റെ സ്പീക്കറാണ് ഗൈസ് മുമ്പിൽ ഇരിക്കുന്നത്. കാരണം നല്ല ബാസോടെ നല്ല സൗണ്ട് ക്വാളിറ്റിയോടെ ഒക്കെ നമുക്ക് പാട്ടൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ സംഭവം തന്നെ വേണം ഗൈസ്. രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഇതുപോലെ മറ്റൊരു ഉപകാരപ്രദമായ ടെക്നോളജി, ഫുഡിങ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ ചാനലിലെ സംഭവങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പം തന്നെ കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ് ഓഫ്.